നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജയോത്സവം മോർണിംഗ് മെസ്സേജിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും എൻ്റെ പ്രഭാത വന്ദനം അറിയിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. അതിന് ആധാരമായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് ആദ്യം വായിച്ചു കേൾക്കാം. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂടിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശു ഈ സിനഗോഗുകളിൽ, യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് തിരുവെഴുത്തുകൾ വായിച്ച് തെളിയിക്കുക പതിവായിരുന്നു. അവിടെ ചെന്ന് അവരെ ഉപദേശിക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ യേശു ഒരു പള്ളിയിലേക്ക് കടന്നു പോകുകയാണ്. അവിടെ ചെന്ന് അവരെ ഉപദേശിക്കുമ്പോൾ അവിടെ സംഭവിച്ച ഒരു കാര്യം ഇവിടെ വ്യക്തമായി ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അദ്ദേഹം വൈദ്യനായിരുന്നു, ഒരു പ്രൊഫഷണൽ ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ ഒരു രോഗവിവരം ഇവിടെ എഴുതി ആ രോഗത്തിനൊരു വ്യക്തിക്ക് സൗഖ്യം കിട്ടുന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. സാധാരണ ഒരു ഡോക്ടർ രോഗിയുടെ രോഗത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ രോഗാത്മാവ് എന്നൊരിക്കലും പറയാറില്ല. ആ രോഗത്തെക്കുറിച്ചുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സയൻറ്റിഫിക് നാമങ്ങളോ ആ രോഗത്തിൻ്റെ പേരോ, ഒരു ഫീവറാണെങ്കിൽ തന്നെ വൈറൽ ഫീവറാണോ, ഡെങ്കി ഫീവറാണോ, അല്ലെങ്കിൽ വല്ല H1N1 പനിയാണോ, അല്ലെങ്കിൽ നമ്മൾ ഒക്കെ ഭയപ്പെട്ട കൊറോണ വൈറസിൻ്റെ ബാധിതമായ പനിയാണോ എന്നൊക്കെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് പോലെ ഒരു ഡോക്ടർ സാധാരണ പറയും. എന്നാൽ ഇവിടെ ലൂക്കോസ് അത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഒരു സ്ത്രീ 18 സംവത്സരങ്ങളായിട്ട് രോഗാത്മാവ് ബാധിക്കപ്പെട്ടവൾ. നോക്കുക, അപ്പോൾ ഇതൊരു സാധാരണ രോഗമല്ല. 18 സംവത്സരമായിട്ട് ഇവളെ ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയാക്കി കുനിച്ചു നിർത്തുന്ന ഒരു പൈശാചിക ശക്തി. നോക്കുക, അതാണ് രോഗാത്മാവ് എന്നുള്ള പദം കൊണ്ട് അവിടെ ലേഖകൻ എന്ന് പറഞ്ഞാൽ ലൂക്കോസ് വ്യക്തമാക്കുന്നത് രോഗാത്മാവ് ബാധിച്ചു, അവളെ കുനിച്ചു നിർത്തിയിരിക്കുന്നു. ഒട്ടും നിവരുവാൻ കഴിയാത്ത അവസ്ഥയിൽ 18 വർഷമായി, 1, 2, 5 വർഷമല്ല, ലോങ് 18 years. ശ്രദ്ധിക്കണേ, 18 സംവത്സരമായിട്ട് രോഗാത്മാവ് ബാധിച്ചവൾ പൈശാചിക ബാധയാൽ, പിശാചിൻ്റെ ബാധയാൽ കുനിഞ്ഞ് അവൾ വളഞ്ഞ്, നമ്മുടെയൊക്കെ ഭാഷയെ പറഞ്ഞ് ഒട്ടും നിവരാൻ കഴിയാതെ എന്ന് പറയുമ്പോൾ റാ പോലെ വളഞ്ഞു നടന്നിരുന്നവൾ. അവൾ അങ്ങനെ വളഞ്ഞു നടന്നിരുന്നുവെങ്കിൽ തന്നെയും അവൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു കേട്ടോ. എന്താ അവളുടെ പ്രത്യേകത? അവൾ എല്ലാ ആഴ്ചയിലും അവൾ പള്ളി വരുമായിരുന്നു. നമുക്കൊക്കെയാണെങ്കിൽ ഒരു തലവേദന വന്നാൽ മതി, സഭായോഗം മുടക്കുന്ന ആൾക്കാരുണ്ട്. ഒരു പനി വന്നാൽ പിന്നെ പറയണ്ട. പിന്നെ എന്തെങ്കിലുമൊക്കെ രോഗമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒഴിവൊഴികൾ ഈ സഭായോഗം മുടക്കാനും ഉപവാസ പ്രാർത്ഥന മുടക്കാനും യോഗങ്ങളൊക്കെ മുടക്കാൻ നമ്മൾ PhD എടുത്ത ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞ് യോഗം മുടക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഈ സ്ത്രീയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവൾ
വളഞ്ഞ് കുനിഞ്ഞവളാണെങ്കിലും അവൾ പള്ളിയിൽ വന്ന് ഉപദേശം കേൾക്കുമായിരുന്നു, ന്യായപ്രമാണങ്ങൾ വായിച്ചു കേൾക്കുമായിരുന്നു. അവൾ പള്ളിയിൽ വരും. അവളുടെ ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹം, എനിക്കൊരു വിടുതലുണ്ട്, എൻ്റെ ഈ രോഗാത്മാവിനെ എന്നിൽ നിന്നും മാറ്റി എനിക്ക് സൗഖ്യം കിട്ടുന്നൊരു ദിവസമുണ്ടെന്ന് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ഏതു സമയമാ എൻ്റെ വിടുതലെന്ന് അവൾക്കറിയില്ല. അതുകൊണ്ട് എപ്പോൾ വിടുതലുണ്ടാകുമോ അന്നുവരെയും അവൾ പള്ളിയിൽ വന്നുകൊണ്ടേയിരുന്നു. നോക്കുക, ഒരു ദിവസം യേശു അവിടെ ചെല്ലുകയാണ്. ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, ഉപദേശിച്ചുകൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞാലും യേശു അന്ന് അവിടെ ചെന്നത് ഇവളെ സൗഖ്യമാക്കാനായിരുന്നു. ആമേൻ. ഈ കൂനിയായ സ്ത്രീ, എന്നെ കേൾക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ഇടപെടുന്നത് എനിക്ക് നന്നായി അറിയാം. പിശാച് നിന്നെ വളച്ചു നിർത്തിയിരിക്കുന്നത് പോലെ വിവിധങ്ങളായ ഭാരങ്ങൾ നിന്റെ ചുമലിൽ വെച്ച്, നുകം നിന്റെ ചുമലിൽ വെച്ച്, ഭാരം നിന്റെ തോളിൽ വെച്ച് മുന്നോട്ടൊരു ചുവട് പോലും വെക്കാൻ കഴിയാതെ നിന്നെ പുറകോട്ട് വലിക്കുന്ന, നിന്നെ വളച്ചു നിർത്തുന്ന ഒരു വലിയ പൈശാചിക ശക്തി നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിനക്കെതിരെ പോരാടി നിൽക്കുമ്പോൾ, നിന്നെ വളച്ചു നിർത്തിയിരിക്കുന്ന, നിന്നെ ബലഹീനമാക്കുന്ന ആ ശക്തി, ആ രോഗാത്മാവിൽ നിന്ന് നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ, ആ ബന്ധനത്തെ അറുക്കാൻ, ആ ഭാരത്തെ, ആ നുകത്തെ തകർക്കാൻ ഒരു ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. അവിടെ യേശു വന്നു. യേശു വന്നത് അവളെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ്. യേശു വരുമ്പോൾ പലപ്പോഴും നമ്മൾ കാണത്തില്ല, അതാ പ്രശ്നം. യേശു നമ്മുടെ അടുത്ത് വരുമ്പോൾ, യേശു വരുന്ന സമയത്ത് നമ്മുടെ ആബ്സെൻ്റാ. യേശു വരുമ്പോൾ നീ പ്രസൻ്റ് ആയിരിക്കണം. അന്ന് യേശു അവിടെ വന്നു. യേശു അവിടെ വന്നത് ഈ കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കാനായിരുന്നു. എന്നാൽ കൂനിയായ സ്ത്രീ അവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ അന്ന് അവൾക്ക് സൗഖ്യം കിട്ടത്തില്ലായിരുന്നു. നിന്റെ വിടുതലിന് വേണ്ടി, നിന്റെ സൗഖ്യത്തിനു വേണ്ടി നാളുകളായി, വർഷങ്ങളായി നിന്നെ അലട്ടുന്ന വിഷയത്തിൻ്റെ മറുപടിക്ക് വേണ്ടി ദൈവം ഒരു സമയം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ നിന്റെ വിടുതലിന് വേണ്ടി എൻ്റെ കർത്താവ് ഇറങ്ങി വരുമ്പോൾ അവിടെ നീ ഉണ്ടാകണം, അവിടെ നിന്റെ സാന്നിധ്യം വേണം. അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയിലും സഭായോഗത്തിന് പോകണമെന്നും ഉപവാസ പ്രാർത്ഥന വരുമ്പോൾ നീ അവിടെ പോകണമെന്നും ഒക്കെ ദൈവദാസന്മാർ പറയാൻ കാരണം, നീ അവിടെ ചെല്ലുമ്പോഴായിരിക്കും, അന്നായിരിക്കും ദൈവം നിന്നെ സൗഖ്യമാക്കാൻ ഒരു അപ്പോയിൻറ്റഡ് ടൈം ഫിക്സ് ചെയ്ത് വച്ചിരിക്കുന്നത്. ആ അപ്പോയിൻറ്റഡ് ടൈമിൽ നിന്റെ പ്രസൻസ് ഉണ്ടാകണം. വിശുദ്ധ തിരുവെഴുത്തിൽ കർത്താവായ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ശിഷ്യന്മാർക്ക് പലതവണ പ്രത്യക്ഷപ്പെട്ടു. നമുക്കറിയാം, ശിഷ്യന്മാർ, യൂദ ഒഴികെയുള്ളവർ, അവർ ഒരുമിച്ച് അവർ കൂടിയിരുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് അവർ ഇരുന്ന മുറിക്കകത്ത് വാതിൽ തുറക്കാതെ അകത്ത് ചെന്നു. എന്നാൽ അവിടെ പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട്, കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു. തോമസ് അവിടെ ഇല്ലായിരുന്നു. നോക്കുക, യേശു കർത്താവ് അവിടെ ചെന്നപ്പോൾ തോമസിന്റെ ആബ്സെൻസ് അവൻ്റെ ജീവിതത്തിൽ പ്രയാസത്തിന് കാരണമാക്കി. പിന്നെ യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന് അവനെ തെളിയിക്കാൻ, അവൻ്റെ സംശയത്തെ മാറ്റാൻ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് ആ ആണിപ്പാടുള്ള അല്ലെങ്കിൽ കുത്തിത്തുളയ്ക്കപ്പെട്ട ആ വിലാപ്പുറം കാണിച്ച് തെളിയിക്കേണ്ടി വന്നു യേശു കർത്താവിനെ. യേശു കർത്താവ് നിങ്ങളുടെ വിഷയത്തിൻ്റെ മറുപടിക്ക് വേണ്ടി നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുകയുള്ളൂ. ശ്രദ്ധിക്കണമേ, യേശു കർത്താവ് അവളെ കണ്ടു,
അടുക്ക വിളിച്ചു. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം. നോക്കുക, യേശു കർത്താവ് അതിന് കൊടുത്തിരിക്കുന്ന വാക്ക് ബന്ധനം എന്നാണ്. കർത്താവ് പറഞ്ഞ വാക്ക് ബന്ധനം. അപ്പൊ ബന്ധനമുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട് ഈ ബന്ധനം, പോരാട്ടം എന്നൊക്കെ പറയുന്നത് പെന്തിക്കോസുകാരുടെ ഭാഷയാണ്. ബന്ധനം, പോരാട്ടം, അന്ധകാര ശക്തി അത് ഉള്ളത് കൊണ്ടാണെന്നേ. യേശു കർത്താവ് തന്നെ പറയും നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന്. യേശു കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവളെ കെട്ടി വളച്ചിരുന്ന ആ രോഗത്തിൻ്റെ കെട്ട് യേശു കർത്താവ് അഴിച്ചു മാറ്റി. അവിടെ എഴുതിയിരിക്കുകയാണ്, അത് പറഞ്ഞ് അവളുടെ മേൽ യേശു കൈവച്ചു. യേശു അവളെ തൊട്ടപ്പോൾ യേശു അവളെ നോക്കി പറയുകയാണ്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഞാൻ ഈ പ്രഭാതത്തിൽ തന്നെ ഞാൻ ദൈവവചനം കൈമാറുന്ന സമയത്ത് പലരും പല ബന്ധനങ്ങളിലായിരിക്കുകയാണ്. ചില ബന്ധങ്ങൾ തന്നെ ചില ബന്ധനങ്ങളായി മാറാറുണ്ട്. ചില ബന്ധനമാണ്. ഒഴിഞ്ഞു മാറണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല. അതിങ്ങനെ പുറകെ ഫോളോ ചെയ്യുകയാണ്. ആ ബന്ധനം ഇന്ന് അഴിച്ചു മാറ്റണം. നിന്നെ പാപത്തിലേക്ക്, നിന്റെ തകർച്ചയിലേക്ക്, നിന്റെ നന്മയിലേക്ക് വിടാതെ പുറകോട്ട് വലിക്കുന്ന എല്ലാ ബന്ധനങ്ങളും, എല്ലാ കെട്ടുകളും അഴിയണമെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യത്തിനകത്ത് നീ വരണം. നിന്റെ കുടുംബത്തിനകത്തെ ബന്ധനങ്ങളെ ദൈവം അഴിച്ചു മാറ്റി സ്വതന്ത്രമാക്കുകയാണ്. പാപത്തിൻ്റെ ബന്ധനമായിരിക്കാം, രോഗത്തിൻ്റെ ബന്ധനമായിരിക്കാം, കടഭാരത്തിൻ്റെ ബന്ധനമായിരിക്കാം. ഈ ബന്ധനങ്ങളാണ് പലപ്പോഴും ഈ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്നത്, അല്ലേ? ഈ സ്ത്രീയെ ദൈവം എന്തുമാത്രം സ്നേഹിച്ചു. 18 വർഷമായിട്ട് നിവരാൻ കഴിയാത്ത സ്ത്രീ, അവളുടെ വലിയ പ്രതീക്ഷയായിരുന്നു അവൾക്ക്. എന്താ അവളുടെ പ്രതീക്ഷ? ഒരു ദിവസം എനിക്ക് സൗഖ്യം കിട്ടും. അതുകൊണ്ടല്ലേ അവൾ പള്ളി വന്നത്. സൗഖ്യം, അവളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടില്ല. ഈ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ് ആത്മഹത്യ. നിരാശ വരുമ്പോഴാണ് ആത്മഹത്യ. എനിക്കിനി ഒരു വിടുതലില്ല, ഇനി എൻ്റെ വിഷയത്തിന് മറുപടി ഉണ്ടാകില്ല എന്നൊക്കെ നമുക്ക് ചിന്തയുണ്ടാകുമ്പോഴാണ് ഈ സൂയിസൈഡ് ടെൻഡൻസി വരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന ഇന്നത്തെ വാർത്തയിൽ തന്നെ ക്യാൻസർ രോഗിയായ ഭാര്യയെ ഹോസ്പിറ്റലിൽ വെച്ച് കൊലപ്പെടുത്തി ഭർത്താവ് ഹോസ്പിറ്റലിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. ഭാര്യയ്ക്ക് സൗഖ്യം കിട്ടത്തില്ല എന്ന് അവൾക്ക് മനസ്സിലായി. സാമ്പത്തിക ബുദ്ധിമുട്ട്, ട്രീറ്റ്മെന്റിന് പൈസയില്ല. നോക്കുക, ആ സ്ത്രീയെ കൊന്ന് താൻ ആത്മഹത്യ ചെയ്യുകയാണ്. എന്താണ്? പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിക്കുമ്പോഴാണ് ആത്മഹത്യ നടക്കുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രതീക്ഷ വിട്ടുകളയല്ലേ. യേശു കർത്താവിന് നിങ്ങളെ വിടുവിക്കാൻ കഴിയും. യേശു കർത്താവിന് നിങ്ങളുടെ കഷ്ടതയെ മാറ്റാൻ പറ്റും. യേശു കർത്താവിന് നിങ്ങളുടെ എത്ര വലിയ പൈശാചിക ബന്ധനത്തെയും അഴിക്കാൻ പറ്റും. നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യങ്ങളെ മുഴുവൻ മാറ്റി നിങ്ങളുടെ കുടുംബത്തിനകത്ത് സ്വസ്ഥത വരുത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. നോക്കുക, 18 വർഷം കൂനിയായിരുന്നവളെ കർത്താവ് തൊട്ട് അവളുടെ ബന്ധനമഴിച്ച് അവളെ സ്വതന്ത്രയാക്കി അവളെ നിവർത്തി വിടുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചില ദൈവപ്രവർത്തികൾ, നാളുകളായ പഴകിപ്പോയ 18 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ലോങ് 18 years മീൻസ് പഴകിയ രോഗം, ഇനി പ്രതീക്ഷിക്കാൻ വകയില്ല. എന്നാൽ അങ്ങനെ പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത ചില വിഷയങ്ങളിൽ ഇപ്പോൾ ഞാൻ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനത്തിന് ഭയങ്കര പവറാണ്. വചനത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനെ ഉണ്ടാക്കാൻ പറ്റും. ഇന്നിപ്പോൾ തന്നെ ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിച്ച് ചില ബന്ധനങ്ങൾ അഴിയുന്നു, രോഗാത്മാക്കൾ മാറിപ്പോകുന്നു, കടഭാരങ്ങൾ മാറുന്നു, വേദനകൾ മാറുന്നു. കുടുംബത്തിനകത്തെ ശാപങ്ങൾ മാറുന്നു, കുടുംബത്തിനകത്തെ പ്രതികൂലങ്ങൾ മാറുന്നു, കുടുംബത്തിനകത്ത് ശത്രു കെട്ടിയ കെട്ടുകൾ അഴിഞ്ഞു മാറുന്നു. അത്ഭുത വിടുതൽ കുടുംബത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നു. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവൾ സ്വതന്ത്രയായി അവിടുന്ന് മടങ്ങിപ്പോകുകയാണ്.
ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ സ്ഥിതിയെ മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എത്ര പേർ സമർപ്പിച്ചു കൊടുക്കും? കർത്താവേ, എന്നെ ഞാൻ സമർപ്പിക്കുന്നു, പൂർണ്ണമായി സമർപ്പിക്കുന്നു. ആമേൻ. നിൻ്റെ സാന്നിധ്യത്തിൽ എപ്പോഴും ജീവിക്കാൻ എന്നെ സഹായിക്കണേ കർത്താവേ എന്ന് ഒന്ന് വിട്ടുകൊടുത്ത് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ കഴിയുന്ന എത്ര പേർ ഇവിടെ വന്നിട്ടുണ്ട്? ആ കണ്ണുകളെ അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആത്മഹത്യ ചെയ്യണ്ട, നിരാശപ്പെട്ടു പോകണ്ട, തകർന്നു പോകണ്ട. യേശു മതിയായവൻ, യേശു വിടുവിക്കാൻ ശക്തൻ, യേശുവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ആ കർത്താവ് നിങ്ങളെ തൊടുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഈ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് കേട്ട വചനം പോലെ എത്ര പഴകിയ രോഗമാണെങ്കിലും വിടുവിക്കാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. എത്ര പഴകിയ വിഷയമാണെങ്കിലും അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിയും. എത്ര വലിയ രോഗാത്മാവിൻ്റെ ബന്ധനമാണെങ്കിലും അഴിക്കാൻ ദൈവത്തിന് കഴിയും. ഇന്ന് ഇപ്പോൾ തന്നെ ചില ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അത്ഭുതങ്ങൾ കുടുംബത്തിൽ നടക്കട്ടെ, മഹത്വം വെളിപ്പെടട്ടെ. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗാഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടൊരു നല്ല ദിവസം ദൈവം നിങ്ങൾക്ക് തരുന്നു. കേൾക്കുന്ന മാത്രയിൽ മണ്ടിയിലുറങ്ങിയിരുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. ജീവനോടി ഭൂതലൻ പാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കുമാ നേരത്തിൽ. ജീവനോടി ഭൂതലൻ പാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കുമാ നേരത്തിൽ. ഇത് സ്വരത്തോടും ആട്ടോടും കൂടി, ഇത്